ഹായ്, ആച്ചി വ്ലോഗ്സിലേക്ക് സ്വാഗതം. പൂജ വയ്പ്പല്ലേ. ഇന്ന് പൂജയ്ക്ക് വയ്ക്കുന്ന നൈവേദ്യമായ ഒരു പൊട്ടമൃത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് അരി വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് 2 മണിക്കൂർ കുതിർക്കാനായി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് കുതിർന്നതിന് ശേഷം നമുക്ക് എടുത്തു നോക്കാം. അരി നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട്. ഇത് ഒരു അരിപ്പയിലോട്ട് തട്ടി വെള്ളം വാർന്നു പോകാനായിട്ട് വയ്ക്കാം. വെള്ളം നല്ലതുപോലെ വാർന്നതിന് ശേഷം ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശവും കൂടി പോകുന്നതിന് വേണ്ടി ഒരു ടവലിലോ തുണിയിലോ തട്ടി നിരത്തി ഇങ്ങനെയൊന്ന് ഒപ്പിയെടുത്താൽ മതി. അതിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവൻ പോയി കിട്ടും. അത് നമുക്ക് ഒരു പാനിലേക്കിട്ട് ചുവക്കുന്നതുവരെ വറുത്തെടുക്കാം. ഇതുപോലെ വറുത്തെടുത്ത അരി ഒന്ന് നമുക്ക് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. അത് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി എടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ മാറ്റി വച്ചിരിക്കുന്ന പൊടിയിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചൂടാക്കി വച്ചിരിക്കുന്ന മഞ്ഞവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. അത്രയും വെള്ളമൊന്നും വേണ്ടി വരില്ല. എനിക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നത്. നല്ലവണ്ണം നനച്ച് ഇതുപോലെ കയ്യിൽ ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ടും വരണം. അത് പൊടിച്ചാൽ പൊടിഞ്ഞും പോകണം. ഇത് ഒരു തുണിയിലേക്ക്, വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് തട്ടി 10 മിനിറ്റ് ഇഡ്ഡലി കുട്ടകത്തിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റി എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് എടുത്തു നോക്കാം. അത് ഒരു പാത്രത്തിലേക്ക് തട്ടി മാറ്റാം. കട്ട കെട്ടാതെ അതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അണ്ടിപ്പരിപ്പും 3 സ്പൂൺ തേങ്ങയും വറുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് 3/4 കപ്പ് ശർക്കര പാവ് കാച്ചാനായിട്ട് വയ്ക്കാം. ശർക്കര തിളച്ച് വരുമ്പോൾ 1 സ്പൂൺ എടുത്ത് പച്ചവെള്ളത്തിലിട്ട് നോക്കിയാൽ അത് ഉരുണ്ട് വരും. അതാണ് പാവായി എന്നുള്ളതിൻ്റെ ലക്ഷണം. ഇത് കുറേശ്ശെയായി നമുക്ക് ഈ കുഴച്ച് വച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ശർക്കര പാവും അതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടിയും നമ്മൾ വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങയും ചേർത്ത് ഇളക്കിയാൽ പുട്ടമൃത് റെഡി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.